ഞാൻ സൗദിയിൽ വന്നിട്ട് 1 ഇയർ ആയിട്ടോ. ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ ഫാമിലീനെ വിട്ട് എനിക്ക് ഇത്രയും ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും എല്ലാവരുടെ വിചാരം ഞാൻ ഒന്നോ അല്ലെങ്കിൽ ഒരു 3 മാസം നിന്നിട്ട് വരുമെന്നാണ്. അത്ര എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളതാണ്. കാരണം ഇത്ര ഒന്നും എന്നെക്കൊണ്ട് ഇവരെ വിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവരൊക്കെ വിട്ടിട്ട് ഇത്രയും ഇവിടെ നിൽക്കണമെങ്കിൽ ഒറ്റൊരു കാരണമുള്ളൂ, അതെൻ്റെ ഹസ്ബൻഡിനെ ആലോചിച്ച് മാത്രമാണ്. ഇപ്പോഴല്ലാണ്ട് ഒരുമിച്ച് നമ്മളെപ്പം നിൽക്കാനാ, അതാലോചിക്കുമ്പോൾ വിചാരിക്കും ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന്. സൗദിയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പനെയും ഉമ്മനെയും എൻ്റെ അക്കാക്കൻ്റെ മക്കളൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എന്നെ സമാധാനിപ്പിക്കും, സാരമില്ല കുറച്ചവിടെ നിൽക്ക് എന്നിട്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞതാ ഇപ്പോൾ 1 ഇയർ ആയി. സൗദിയിലേക്ക് വരുമ്പോൾ എനിക്കൊരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, റിയാദ് മൊത്തം എനിക്ക് കാണണം, അവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് കാണണമെന്ന്. മാഷാ അല്ലാ, ഞാനത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടോ. ഒരു 6 മന്ത് ആയപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എൻ്റെ ലക്ഷ്യത്തിലേക്കൊന്നും ഞാൻ എത്തൂല എന്നല്ല. പക്ഷേ എൻ്റെ ജീജു എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടേക്കിന്. കാറില്ലെങ്കിൽ എന്താ, ബസ്സില്ലേ, ബസ്സിന് പോവും. നടന്നിട്ടാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മളെല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം പിന്നെ ഓരോ കൂടായി പിന്നെ മൊത്തത്തിലുള്ള കറങ്ങൽ. ഓരോ കൂടും കുറേ കാണാത്തതായാലും കണ്ടിട്ടായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. ഇവരെ കൂടെയുള്ള ഓരോ നിമിഷവും അടിപൊളിയാട്ടോ. ഇവരുള്ളത് കൊണ്ടാണ് ഇപ്പം എനിക്ക് കുറേയൊക്കെ ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടും. അത് വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ ഹാപ്പി അല്ല എന്നല്ല കേട്ടോ. നമ്മൾ രണ്ടാളായിട്ടുള്ള ഹാപ്പിനെസ് വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതും ഫാമിലീൻ്റെ കൂടെ ഉള്ളതും അത് വേറെ വേറെ തന്നെ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ എവിടെ പോയിട്ടുണ്ടാവുക ചോദിച്ചാൽ അത് നെസ്റ്റോലാട്ടോ. പുട്ടിന് തേങ്ങ ഇടണ പോലെ ഇങ്ങനെ എടുക്കെടുക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കണം.